കിഴങ്ങും ചെമ്മീനും കൂടി വെച്ചതാണ് ആ മീൻകറിയാണ്. പിന്നെ അതുപോലെ ഇതാ കാന്താരി മുളകും അതുപോലെ വരാല് ഫ്രൈ ചെയ്തതുണ്ട് കേട്ടോ. അത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ബീഫ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പറ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ശ്യാങ്കുട്ടൻ എന്താ പറയാത്തെ? ഭയങ്കര സീരിയസ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇപ്പൊ ഗുഡ് മോർണിംഗ് അല്ലല്ലോ, സമയം കുറെ ആയല്ലോ. അപ്പൊ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ രാവിലത്തേക്ക് നമ്മൾ കപ്പയാണ് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ദിയാൻകുട്ടാ, എന്തിനാ കരയാണ്? ആ നല്ല കരച്ചിലാണല്ലോ. ഷീറ്റിന്റെ കൊണ്ട് നീല കളറിൽ കാണുന്നു ഷീറ്റ്. കാന്താരി ചമ്മന്തി ഇടിച്ചുകൊണ്ടിരിക്കുന്നു. കാന്താരി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായത്, അത് ഇടിച്ചത് സെറ്റാക്കണം. വെന്താന്നൊന്ന് നോക്കട്ടെ. വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കപ്പയാ? അധികം കപ്പ ഇഷ്ടമാണോ? കപ്പ വെന്തിട്ടുണ്ട്. കപ്പയും മുളക് ചമ്മന്തിയും തരാം കേട്ടോ. കാന്താരി മുളക് ചമ്മന്തി. കഞ്ഞി തിളച്ചിട്ടില്ല, അരി ഇട്ടതേ ഉള്ളൂ. പച്ചക്ക് മതിയോ കപ്പ? പച്ചക്കപ്പ കൊള്ളൂല, പുഴുങ്ങിയിട്ട് വേണം കപ്പ കഴിക്കാനായിട്ട്. ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. വേണം വേണം വേണം. പച്ചക്കപ്പ അത് നമുക്ക് പുഴുക്കുണ്ടാക്കാം. കപ്പ പുഴുക്കുണ്ടാക്കാൻ ഒരു കഷ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും തോട്ടുമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അജു പിടിച്ചോണ്ട് വന്നതാണ്. പരലുണ്ട് ഇതിൻ്റെ അകത്ത്. കപ്പ തരാം മോളെ. ഇതിനകത്ത് വരാലാണ്. ഇതെല്ലാം ഒന്ന് വെട്ടിത്തെച്ചൊക്കെ എടുക്കണം. അപ്പോൾ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു. ഞാൻ കാപ്പി കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇതെന്താ കറി എന്ന് വെച്ചാൽ മീൻചാറാണ്. മീൻചാറ് മറ്റേ നമ്മുടെ കിഴങ്ങും ചെമ്മീനും കൂടി വെച്ചതാണ് ആ മീൻകറിയാണ്. പിന്നെ അതുപോലെ ഇതാ കാന്താരി മുളകും ഉള്ളിയും കൂടി ഇടിച്ചത്. പിന്നെ നല്ല അടിപൊളി കപ്പ, നല്ല ടേസ്റ്റുള്ള കപ്പയാട്ടോ, പെട്ടെന്ന് വെന്തു. പിന്നെ ഇതാ കട്ടൻ കാപ്പി അല്ല, കോഫിയാണ് കേട്ടോ. അപ്പോൾ കഴിക്കട്ടെ. ദിയാൻകുട്ടൻ ഇവിടെ പാല് കുടിച്ചുകൊണ്ടിരിപ്പുണ്ട്. ദിയക്കുട്ടി ഇതാ വാതിലിൽ കളിച്ചുകൊണ്ടിരിക്കണം. എന്താടി ഇത്? ഇന്നും സ്കൂളിൽ പോയിട്ടില്ല, പനിയാണ് അല്ലേ? പനിയാ. കണ്ടാ പറയും പനിയാന്ന്. എന്ത് പറ്റി ചേച്ചി? എന്ത് ചെയ്തു കുഞ്ഞിന്? മല കയറാൻ പോവാണോ ദിയാൻകുട്ടൻ? താഴത്തേക്ക് ഇറങ്ങിക്കേ. യോ കുഞ്ഞു വീഴുന്നേ, അങ്ങനെ പിടിച്ച് വലിക്കാതെ. അതുപോലെ ഉച്ചയ്ക്ക് നമ്മുടെ മത്തി മുളകിട്ടതുണ്ട്. നല്ല പച്ചമല്ലിയൊക്കെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നല്ല പച്ചമല്ലിയും മുളക് നമ്മൾ പൊടിപ്പിച്ചതാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ സാധാരണ മുളകും കൂടി കൂട്ടിച്ചേർത്ത് പൊടിപ്പിച്ച ഇതാണ്. അത് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ പുളി തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല രുചി ഉണ്ടാവും ഈ കറിക്ക്. അപ്പം അതുപോലെ വരാല് ഫ്രൈ ചെയ്തതുണ്ട് കേട്ടോ. അത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. മിരിപ്പന്തിയാൻ താറയിൽ എന്ത് സാധനം കിട്ടിയാലും എടുത്ത് വായിക്കാത്ത തൂക്കാം അല്ലേ? വായി വെച്ച് തല്ലു വാങ്ങിക്കും ദിയാൻകുട്ടൻ, കേട്ടല്ലോ? തല്ലു വാങ്ങിക്കും ദിയാൻകുട്ടൻ. മുടിയൊക്കെ വെട്ടി ആകെ വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ പണിയാണ്. കുറച്ച് കയറിപ്പോയി. ഇവിടം വെച്ച് വെട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അവൻ കിടന്ന് അനക്കിയപ്പോഴേക്കും ഫ്രണ്ടിലേക്ക് നല്ലപോലെ കയറിപ്പോയി. എന്തായാലും കുഴപ്പമില്ല. എന്ത് വായി വെച്ച്? വായിലെടുത്ത് വെച്ചാടോ. നീ കള്ളത്തരം പറയണതിനാ ഈ കുട്ടി? ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്താണ് നീ നിൽക്കുന്നത്. എടേ മോയ്ക്കകത്ത് തോണ്ടി കുഞ്ഞു വിരൽ വെച്ച് തോണ്ടി എന്താ വെക്കുന്നേ ഈ കുഞ്ഞു വിരൽ വെച്ച്? അപ്പോൾ ഇന്ന് ഡിന്നറിന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പൂരിയാണ്. അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് ബീഫുണ്ട്, അതുപോലെ തന്നെ എന്താണ് നല്ല മൊരിഞ്ഞ, ഇത് ഞാൻ കുറച്ചെടുത്ത് കടിച്ചു നോക്കിയതാണ് കേട്ടോ. നല്ല മൊരിഞ്ഞ പൂരിയുണ്ട്. അതുപോലെ നമ്മുടെ കട്ടനല്ല, നമ്മുടെ കോഫിയാണ് കേട്ടോ, കോഫി. ബീഫ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അല്ല നെയ്യൊക്കെ പിടിച്ചിരിക്കുകയായിരിക്കും, നെയ്യ് ഉറച്ചിരിക്കുകയായിരിക്കും.
അപ്പം അതുകൊണ്ട് അത് സെറ്റ് ആവട്ടെ. എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കഴിക്കുവാ. പ്ലേറ്റും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വാ, താൻ എവിടെ പോകണം? അമ്മയെ വിളിച്ചു. അവിടെ അമ്മയുണ്ടാ? ഇവിടെ ഇല്ലേ ഞാൻ? ഹലോ ദിയാൻ കൂട്ടാ, മിസ്റ്റർ ദിയാൻ ഇങ്ങോട്ട് വരെ. ചൂടെടുക്കണ ബാ. ഇവിടെ കളിയാണ് ദിയാൻകുട്ടനും ദിയ ചേച്ചി. ദിയോട് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ കട്ടിൽ വന്ന് കിടക്കുക. മോളെ ഹോംവർക്ക് ചെയ്തേ. സുന്ദരിയല്ലേ സുന്ദരി. 3 ബുക്കുണ്ട്. അതിൽ ഫുള്ള് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചോക്കോസ് വാങ്ങിച്ചു തരും. എഴുന്നേറ്റേ, എഴുന്നേക്ക്. ദേ ദിയാൻകുട്ട ഹോംവർക്കൊക്കെ ചെയ്യും അല്ലേ? ദിയാൻകുട്ട ഹോംവർക്ക് ചെയ്യത്തില്ലേ? അവൻ പാൽപ്പൊടിയും കൊണ്ട് നടക്കുക. മോളെ എഴുന്നേറ്റ് ഹോംവർക്കൊക്കെ ചെയ്ത് മിടുക്കി കുട്ടിയാവും കേട്ടോ. അമ്മയല്ല മോള്. അമ്മ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നതാ. എടാ ചെറുക്ക, ദേ ചേച്ചിയോട് പറഞ്ഞേ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞേ. ഹോംവർക്ക് ചെയ്യാൻ എന്താണ്? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെന്തൊക്കെ ചെയ്യണം? പറ. ദിയ ആലോചിച്ച് തരുമ്പോൾ നാളെയാകും. അപ്പം എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ.